അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിന്റെ പങ്കെന്താണ്? നിതിൻ എത്ര രൂപയാണ് ലോൺ ആപ്പിൽ നിന്നും പണം വായ്പയെടുത്തത്? അതിന്റെ പേരിൽ നിതിന് ഭീഷണിയും മാനസികമായ പീഡനവും സമ്മർദ്ദവും ഉണ്ടായിരുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും തിരിച്ചടവിന് പ്രേരിപ്പിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. ഇതിനിടെ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. അതേസമയം ആരോപണ വിധേയരായ അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടർ റാമു, ഡോക്ടർ സംഗീതയുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ലോൺ ആപ്പിനെതിരെ, അതായത് ഈ നിതിൻ്റെ മരണത്തിന് ശേഷം ആദ്യം കുടുംബം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനം, അതിൽ ഡോക്ടർ റാമിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കൊടിയ പീഡനങ്ങൾ, ചൂഷണങ്ങളൊക്കെയാണ് നിതിന് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ്. പക്ഷേ പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് നിതിന് മേൽ ലോൺ ആപ്പിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ പോലീസ് ലോൺ ആപ്പിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏത് ആപ്പിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? നിതിന് എത്ര രൂപയായിരുന്നു ലോൺ എടുത്തത്? അതോടൊപ്പം ഏത് രീതിയിലുള്ള ഭീഷണിയാണ് ഈ ലോൺ ആപ്പിൽ നിന്നും നിതിനുണ്ടായത്? ഇതും ആത്മഹത്യക്ക് ഒരു കാരണമായതായി പോലീസ് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ടോമെ, ഇൻസ്റ്റാപേ എന്ന ആപ്പിൽ നിന്നാണ് നിതിൻ രാജ് 15,000 രൂപ ലോൺ എടുക്കുന്നത്. അതായത് ഫെബ്രുവരി ആദ്യവാരം. പിന്നീട് 5,000-ഓളം രൂപ മാത്രമാണ് ഇതിൽ തിരിച്ചടച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് തിരിച്ചടവ് മുടങ്ങിയതോടെ വലിയ തോതിലുള്ള ഭീഷണി, അതായത് സന്ദേശമായും കോളായും ഇതിന് വന്നിരുന്നു. അതോടൊപ്പം ഇതിൽ റഫറൻസ് നമ്പറായി കൊടുത്ത ലത എന്ന് പറയുന്ന അധ്യാപികയ്ക്കും സമാനമായ രീതിയിൽ ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. അങ്ങനെ ലത എന്ന് പറയുന്ന അധ്യാപിക നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ സൈബർ പോലീസ് ഈ സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നു. അതിന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ ലോൺ ആപ്പിനെതിരെ തന്നെ ഇപ്പോൾ ചക്കരക്കല്ല് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു.